ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ മറ്റൊരു ജന്മദിനാഘോഷം കൂടി കടന്നുപോകുമ്പോൾ വള്ളുവനാടിന്റെ ഗാന്ധി ചരിത്രം പേറി തലയുയർത്തി നിൽക്കുന്ന ഒരു സ്കൂളുണ്ട് ഷൊർണൂരിൽ. ഷൊർണൂർ ഹൈസ്കൂൾ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ KVR സ്കൂൾ മുറ്റത്തായിരുന്നു ഗാന്ധിജിക്ക് പ്രസംഗിക്കാൻ പന്തൽ ഒരുക്കിയത്. ചരിത്ര പ്രാധാന്യമുയർത്തിയ സ്കൂളിന്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയും കാണാം. മഹാത്മാഗാന്ധിയുടെ പ്രസംഗങ്ങളുടെ ചരിത്ര ഓർമ്മകൾ നിലനിൽക്കുന്നിടം അതാണ് ഷൊർണൂർ KVR സ്കൂൾ. 1931 ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ നിരവധി സാമൂഹിക രാഷ്ട്രീയ വ്യക്തികൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. വള്ളുവനാട് മഹാത്മാഗാന്ധിയെ കണ്ടത് 2 വട്ടമാണ്. 1927 ഒക്ടോബറിലും 1934 ജനുവരിയിലുമായിരുന്നു പഴയ വള്ളുവനാട്ടിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം. 1927 ഒക്ടോബർ 25 ഷൊർണൂരിൽ മഹാത്മാഗാന്ധി പ്രസംഗിച്ചു. ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ KVR ഹൈസ്കൂൾ മുറ്റത്തായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള പന്തൽ ഒരുക്കിയത്. മഹാത്മാഗാന്ധിയുടെ പ്രസംഗം ഷൊർണൂരിൽ പരിഭാഷപ്പെടുത്തിയത് MP ഗോവിന്ദമേനോനായിരുന്നു. അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരായിരുന്നു പ്രസംഗത്തിലെ പ്രധാന പരാമർശങ്ങൾ. 1960 രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് ദേശീയ അധ്യാപക അവാർഡ് നേടിയ ഷൊർണൂർ ഹൈസ്കൂൾ സ്ഥാപകന്റെ ബഹുമാനാർത്ഥം 2000 KVR ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1981 അന്നത്തെ കേരള ഗവർണർ ജ്യോതി വെങ്കിടാചലമാണ് സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. വജ്ര ജൂബിലി ആഘോഷം മുൻ ഹൈക്കോടതി ജഡ്ജി ചേറ്റൂർ ശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. 1948 സ്ഥാപിച്ച ഗാന്ധി പ്രതിമ KVR ഹൈസ്കൂളിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾ ആ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പോരുന്നുണ്ട്. ഈ വർഷവും അത് സംഘടിപ്പിച്ചിരുന്നു. കുട്ടികൾ പുഷ്പാർച്ചന നടത്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി KVR ഹൈസ്കൂളിലെ SPC, NCC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ ഒരു നിളാതീരത്തിലേക്ക് ഒരു റാലി സംഘടിപ്പിക്കും. ഈ വർഷവും ഒക്ടോബർ 2 മുതൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്ന് നടത്തി വരാറുണ്ട്. മഹാത്മാവിന്റെ മരണശേഷം ഷൊർണൂരിലെ ആദ്യത്തെ ഗാന്ധി പ്രതിമ KVR ഹൈസ്കൂളിൽ സ്ഥാപിക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചത് ഈ ക്യാമ്പസിന്റെ ചരിത്രമാണ്. പീഠത്തിലെ ലിഖിതത്തിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധമായ വാക്കുകൾ ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് അത് അവരുടെ രാജ്യമാണെന്ന് തോന്നുന്ന ഒരു ഇന്ത്യക്കായി ഞാൻ പ്രവർത്തിക്കും. അവർക്ക് ഫലപ്രദമായ ശബ്ദമുണ്ട്. ഒരു ഇന്ത്യയുണ്ടാകും. ഉയർന്ന വിഭാഗവും താഴ്ന്ന വിഭാഗവും ഇല്ല. എല്ലാ സമുദായങ്ങളും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ. ഇതാണ് എൻ്റെ സ്വപ്നങ്ങളുടെ ഇന്ത്യ. നിവ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.